ഞാൻ ഈ ലോകകപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ 2 ടൈപ്പ് ആളുകളാണ് വളരെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ളത്. ഒന്ന് ക്രിസ്ത്യാനോൻ്റെ മെൻറ്റാലിറ്റിയിലെ ആളുകളും, രണ്ടാമത്തത് മെസ്സിൻ്റെ മെൻറ്റാലിറ്റിയിലെ ആളുകളും. ഇതിൽ ക്രിസ്ത്യാനോൻ്റെ മെൻറ്റാലിറ്റിയിലെ ആളുകളുടെ പ്രത്യേകത, അവർ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ആക്ഷൻ അവരെന്ത് ചെയ്യും, ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ ഡിമാൻഡ് ചെയ്യും. ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട്, അല്ലെങ്കിൽ ഇതാണ് ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് എല്ലാവരെയും അറിയിക്കും. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവർക്ക് വേണം. ഇനി രണ്ടാമത്തെ ടൈപ്പ് മെസ്സിൻ്റെ മൈൻഡ് സെറ്റിലെ ആളുകളുടെ പ്രത്യേകത, അവർ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഡേ ബൈ ഡേ അവരെന്താണോ ചെയ്യുന്ന ക്രാഫ്റ്റ് അതിനിങ്ങനെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ മാത്രമായിരിക്കും ഫോക്കസ് കൊടുക്കുക. എന്ത് ചെയ്യൂല, കറക്റ്റ് ടൈം ലൈക്ക് ടൈം ടു ടൈം ആളുകളെ ഇങ്ങനെ അറിയിക്കൂല. ബട്ട് എൻഡ് ഓഫ് ദി ഡേ രണ്ടുപേരും സക്സസ് ആവും. രണ്ടുപേരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരേ ഒരു ഡിഫറൻസ് വരുന്നത്, ഇതെങ്ങനെ സക്സസ് അവരെ തേടി വന്നു എന്നുള്ളതിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിൽ ഏത് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത്? ക്രിസ്ത്യാനോൻ്റെ ആണോ അതോ മെസ്സിൻ്റെ ആണോ? ആരാണ് ബെറ്റർ? അല്ലെങ്കിൽ ഏത് മൈൻഡ് സെറ്റിലെ ആളുകളാണ് ബെറ്റർ?